പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു ദിവസത്തിന്റെ പ്രഭാതം കണ്ടുവരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമനപ്പെട്ടുകൊണ്ട് ഈ ആഴ്ചയിലെ പാഠം ചിന്തിക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം ദൈവം ഒരവസരം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്നോടൊപ്പം പാഠം പഠിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ഇന്നത്തെ ഈ പാഠപഠന ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. എന്നോടുകൂടെ പാഠപുസ്തകം എടുത്ത്, കയ്യിലെടുത്ത്, ബൈബിൾ എടുത്ത് നമ്മൾ വായിച്ച് പഠിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. പ്രാർത്ഥനാപൂർവം നമ്മൾ പഠിക്കുക. ഈ ക്വാർട്ടറിലുടനീളം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച 11ാമത്തെ പാഠത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. തിരിച്ചടികൾ എന്നുള്ളതായ ഭാഗമാണ്. തിരിച്ചടികൾ കഴിഞ്ഞ 10 പാഠഭാഗങ്ങളിലും ലെസൺസിലും നാം പഠിച്ചത് എപ്രകാരം നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ വരുന്നതായ പ്രതികൂലങ്ങൾ, അതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ വളരണം, പ്രാർത്ഥനാശീലം ഉണ്ടായിരിക്കണം, അതിന് നാം എപ്രകാരമായിരിക്കണം, നമ്മൾ പ്രാർത്ഥനാ വീരന്മാരെ പറ്റി പഠിച്ചു, എപ്രകാരം ബൈബിൾ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആദ്യം നാം മനസ്സിലാക്കുക ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓർഡറിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാജ്വലി നാം ദൈവമുള്ള ബന്ധത്തിൽ വളരും. അതിന് താല്പര്യമുള്ളവർ, അതിനോട് സമർപ്പണമുള്ള ആണെങ്കിൽ തീർച്ചയായും നാം ദൈവമായുള്ള ബന്ധത്തിൽ വളരും. അപ്രകാരം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രതിസന്ധികളെ എപ്രകാരം നമുക്ക് തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിന് ചില വേദപുസ്തകത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെപ്രകാരമാണ് അതിനെയൊക്കെയും തരണം ചെയ്തത്, എപ്രകാരമാണ് അവർ അതിനെ പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതായ ചില വേദഭാഗങ്ങളും അതുപോലെ ബൈബിൾ ക്യാരക്ടേഴ്സും ഒക്കെയുമാണ് അതിലുള്ളത്. ചില ഇൻസിഡൻസും നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും വെളിച്ചത്തിൽ നാം നമ്മുടെ ജീവിതത്തെ എപ്രകാരം ഒരുക്കണം, ഈ ക്രിസ്തീയ ഓട്ടത്തിനിടയിൽ നമുക്ക് വന്ന് ഭവിക്കുന്നതായ ക്രൈസിസ്, പ്രതിസന്ധികളിൽ അത് എന്തുമായിരിക്കാം, രോഗങ്ങളായിരിക്കാം, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടായിരിക്കാം, മറ്റ് പ്രയാസങ്ങളായിരിക്കാം, ഇതിൽ നിന്നൊക്കെയും നാം എപ്രകാരം കരകയറണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നിലനിന്നുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു പ്രയാസം കടന്നു വരുമ്പോൾ നാം കുറ്റപ്പെടുത്താതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, പഴിചാരാതെ നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം, പഠിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ പാഠത്തിൽ നമുക്ക് വേണ്ടതായ മനപ്പാഠം വാക്യം നൽകിയിരിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ ആസ്പദമാക്കി ഇപ്രകാരം വായിക്കുന്നു. അതുതന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്ത വചനം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണോ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഷ്ടത വരുമ്പോൾ
നാം അതിനെ പ്രശംസിക്കാറുണ്ടോ അതോ അതിന് പകരം നമ്മൾ കുറ്റം ചാർത്താറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. പലരും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യും. എന്നാൽ നാം അതൊന്നും ചെയ്യാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് പ്രവർത്തിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് അത് നമ്മെ സഹായിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസത്തിൻ്റെ ഈ പകൽക്കാല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങൾ കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ വചനം കർത്താവെ ചിന്തിക്കുവാൻ പഠിക്കുവാൻ തക്കൊണ്ട് പോകും. അത് പഠിക്കുമ്പോൾ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ പഠിക്കുന്ന വിഷയങ്ങളൊക്കെയും മനസ്സിലാക്കി ഗ്രഹിച്ച് വിവേകത്തോടെ പെരുമാറുവാൻ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ തക്കൊണ്ട് അടിയങ്ങളെ സഹായിക്കണം. അടിയനോട് കൂടെ പഠിക്കുന്ന ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരിലും ഇതേ ആശയത്തെ നൽകി കൊടുത്തു. കർത്താവെ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യാം എന്നുള്ള വലിയ ബോധ്യം, ഉദ്ദേശം കർത്താവ് നൽകി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ വഴി നടത്തണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളണമേ. സ്വർഗ്ഗസ്ഥലേ ആമേൻ. നാം ചിന്തിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് ഒരു ചെറിയൊരു സ്റ്റോറി നൽകിയിരിക്കുന്നു. ഒരു കുട്ടി, അവൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാർമേഘങ്ങൾ വന്നു. മഴയുടെ എല്ലാ സാഹചര്യങ്ങളും വന്നു. ആ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവം അവളുടെ ജീവിതത്തിൽ കടന്നു വന്നു. മീൻസ് ആ മഴ, നമുക്കറിയാം, ഒരു മഴ വരുമ്പോൾ പെട്ടെന്ന് വരും, ആർത്ത് ഇരമ്പിക്കൊണ്ട് വരും. അതുവരെയും നല്ല വെളിച്ചമുണ്ടായിരുന്ന സ്ഥലത്ത് കാർമേഘങ്ങൾ മൂടി ഇരുണ്ട് അന്ധകാരത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും. സൂര്യനെയൊക്കെയും കാർമേഘങ്ങൾ മറച്ച് പെട്ടെന്ന് മഴ പെയ്യും. ആ മഴ പെയ്യുന്ന സമയത്ത് അവൾ പെട്ടെന്ന് ഓടി ചെല്ലുന്ന വീട്ടിൻ്റെ വാതിൽ തുറന്നു ചെല്ലുന്ന സമയത്ത് ഇതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. അത് നാം താഴേക്ക് വായിക്കുമ്പോൾ അവളുടെ പപ്പ വന്ന് അവളുടെ തോർത്ത് അല്ലെങ്കിൽ പുതച്ച് അവളുടെ നനഞ്ഞ ഭാഗങ്ങളൊക്കെ തുടയ്ക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നീ ഈ മഴ പെയ്യുന്ന സമയത്ത്, മിന്നൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി നിന്നു? അപ്പോൾ ആ കുട്ടി പറഞ്ഞ വളരെ ഒരു നല്ല മറുപടി, ദൈവം എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ചിത്രങ്ങൾ എടുക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി നിന്നതാണ്, തല ഉയർത്തി. പലപ്പോഴും ആ കുട്ടിയുടെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വരുന്ന കൊടുങ്കാറ്റുകൾ, പേമാരികൾ ദൈവം നൽകുന്ന അല്ലെങ്കിൽ പ്രത്യാശയിൽ നാം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ആ കൊടുങ്കാറ്റിൻ്റെ അവസരത്തിലും ആ കുട്ടി പറഞ്ഞതുപോലെ ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. അതുപോലെ ആ പ്രയാസം കടന്നു വരുമ്പോഴും ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നെ നോക്കിക്കോളും എന്നുള്ള വിശ്വാസം, പ്രത്യാശ നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ചില ഇൻസിഡൻസ് തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു. ജീവിതത്തിൽ വരുന്നായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും അന്നത്തെ ശുശ്രൂഷകളൊക്കെയും കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഗദരദേശത്തേക്ക് അല്ലെങ്കിൽ യാത്ര തിരിക്കുന്ന സമയത്ത്, അക്കരയ്ക്ക് പോകാം എന്ന് പറയുന്ന സമയത്ത്, ആ പോകുന്ന സമയത്ത് ശിഷ്യന്മാരുണ്ടായിരുന്നു, കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഉറങ്ങുന്ന ഒരു സാഹചര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് വേദപുസ്തകത്തിൽ. അപ്രകാരം ഉറങ്ങുന്ന സമയത്ത് ശിഷ്യന്മാർ നാം പഠിക്കുമ്പോൾ ഏറ്റവും ഈ ഗലീല കടലിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളുകൾ തന്നെയാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെയും. അപ്പോൾ അവർ ഒക്കെയും സഞ്ചരിക്കുന്ന സമയത്ത് എങ്ങനെ ഒക്കെയാണ് പ്രതിസന്ധികൾ കടന്നു വരുന്നത്, തിരമാല ആർത്തിയെടുക്കുന്നത്, അതുപോലെ കൊടുങ്കാറ്റ് വരുന്നത്, അതൊക്കെയും അവർക്കറിയാം. അവരൊക്കെയും വളരെ എക്സ്പീരിയൻസ് ആയുള്ള ആളുകളാണ്, മീൻപിടുത്തക്കാരായതുകൊണ്ട്. ഇതിനു മുൻപ് പലതവണ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ വന്നെങ്കിലും എന്നാൽ ഇത് വളരെ പ്രയാസം നിറഞ്ഞായ ഒരു ഘട്ടം. ആ ഒരു വിശ്വാസത്തെ തന്നെ ആട്ടി ഉലയ്ക്കുന്ന തരത്തിലുള്ളതായ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്നു. നമ്മളത് വായിക്കുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നമ്മൾ അവിടെ കാണുവാൻ, അവർ ചോദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അവർ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെയും അവരോടുള്ള
കർത്താവിന്റെ സ്നേഹത്തെയും ആണ് ഇവിടെ ചോദ്യം ചെയ്തത് എന്ന് കാണാൻ കഴിയുന്നു. അവർക്ക് യഥാർത്ഥമായ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ കിടന്നുറങ്ങുന്ന വ്യക്തി തങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതാണ്, യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അവരെ സംബോധന ചെയ്ത് എന്താണ് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്? മർക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ 4-ാം അധ്യായം 37 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് പ്രകാരമാണ്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളിക്കയറിക്കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്തു തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്തു? കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ കാറ്റ് അമർന്നു, വലിയ ശാന്തത കടലിൽ മേലുണ്ടായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രകാരം അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ഇതിനൊക്കെയും നിയന്ത്രിക്കുവാനും ശാസിക്കുവാനും പ്രാപ്തിയുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ ഗുരു അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിചാരപ്പെട്ടു, ഇപ്രകാരം എന്നോട് ചോദിച്ചു എന്നുള്ളതായ ഒരു കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. പലപ്പോഴും കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതമാകുന്ന പടകിലുണ്ടെങ്കിലും നാം അത് അറിയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇപ്രകാരം ഒരു കൊടുങ്കാറ്റിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ മറക്കുന്നു. അല്ലെങ്കിൽ ഇപ്രകാരം ശിഷ്യന്മാർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു അനുഭവം നൽകുന്നു? എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലൂടെ കടത്തിവിടുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. എന്നാൽ കർത്താവിൻ്റെ ആ അവസരത്തിന് വേണ്ടി വി നീഡ് ടു വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്, കാത്തിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. കർത്താവിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ആ വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. അപ്രകാരം ഒരു വിശ്വാസം ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ആർജിച്ചെടുക്കണം. വിശ്വാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുക. യേശു ക്രിസ്തു എപ്രകാരമായിരുന്നു അതുപോലെ ജീവിക്കുവാനായിട്ട് നാം ശ്രമിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്ത് നാം കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ നാം എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. അതിന് ഈ പ്രയാസഘട്ടങ്ങളിലൂടെയൊക്കെയും നമ്മൾ ശക്തി ആർജിച്ചെടുക്കണം. നമുക്കത് ഓവർകം ചെയ്യാനുള്ള ശക്തി കർത്താവ് തരും. അതിന് നമ്മൾ വിശ്വാസയായിരിക്കുക, നല്ല വിശ്വസ്തരായിരിക്കുക. കർത്താവിനുള്ള വിശ്വാസം കൈവിടിയാതെ ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ കൊണ്ട് പരിഹാരമുണ്ട് എന്നുള്ള വിശ്വാസം ആദ്യമേ ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണം എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ അടുത്ത ഘട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങൾ, അതിനും ഒരു ഉദാഹരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. നമ്മളത് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ആ സ്ത്രീ ഉണ്ടായിരുന്ന അനുഭവിച്ചായ പ്രയാസം നമുക്ക് അറിയാൻ കഴിയുന്നത്. ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഈ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ എന്തിൽ തൊടുന്നുവോ അതൊക്കെയും അശുദ്ധമാണ്. അതുപോലെ പള്ളിയിൽ വിലക്ക്, പൊതുസ്ഥലങ്ങളിൽ വിലക്ക്, പല സ്ഥലങ്ങളിൽ വിലക്ക്, ആരാധനയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ പല പ്രയാസങ്ങളിലൂടെ ഈ സ്ത്രീ കടന്നുപോയി. 12 വർഷം, കഴിഞ്ഞ 12 വർഷമായിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ടും സ്വത്തുക്കളും ഒക്കെയും വിറ്റ് ചെലവഴിച്ചിട്ടും ഭേദപ്പെടാതെ മാനുഷിക വൈദ്യരാൽ അല്ലെങ്കിൽ ഡോക്ടർമാർ മുഖേന ഭേദപ്പെടാതെ അസ്വസ്ഥത അനുഭവിച്ച് വലിയ പ്രയാസം നേരിട്ട ആ ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, അറിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുവാൻ വളരെ ആഗ്രഹിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നുള്ള വലിയ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്താണ് അവൾക്ക് അവിടെ സൗഖ്യം പ്രാപിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നു. അവിടെ വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത്
യായിറോസ് എന്നുള്ള പള്ളിപ്രമാണിയുടെ മകൾക്ക് വളരെ പ്രയാസം, സീരിയസ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, മരണപ്പെട്ടു പോകുമെന്നുള്ള വാർത്ത കേൾക്കുന്നു. യേശുക്രിസ്തു അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു വലിയ സംഭവം നടക്കുന്നത്. എല്ലാവരും തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകമായി യേശുക്രിസ്തുവിന് ഒന്ന് അറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ പ്രകാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള അവളായി പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ട്. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. യേശുക്രിസ്തു ഉടനെ തങ്കിൽ നിന്നു ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്റെ വസ്ത്രത്തിൽ തൊട്ടാത് ആര്? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഇത്രയും ജനങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടവൾ അല്ലെങ്കിൽ തൊട്ടവൻ ആര് എന്ന് എന്തുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നു? ഇത്രയും ആളുകളില്ലേ? അപ്പോൾ ഈ ഒരു തൊടലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വിശ്വാസത്തോടെയുള്ള ഒരു തൊടൽ. കർത്താവായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയും, കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. കർത്താവിനെ തൊടുന്നത് ആ വിശ്വാസത്തോടെയുള്ള തൊടലാണ്. ആ വലിയ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെയുള്ള തൊടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തോടെ നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. നമ്മുടെ എല്ലാവിധമായ ജീവിതത്തിലെ എല്ലാവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ചെല്ലുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തിനോട് എതിർത്ത് നിൽക്കാതെ, എന്നാൽ ദൈവമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴിക്കാത്ത ആ ഒരു ബന്ധമായിരിക്കണം. പിശാച് എപ്പോഴും അതിൽ വിള്ളൽ വീഴ്ത്തുവാൻ തക്കണം ശ്രമിക്കും. എന്നാൽ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുമ്പോൾ ആ ബന്ധത്തിൽ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകരുത്. നമ്മൾ പ്രാർത്ഥന ശക്തമായിരിക്കണം, നമ്മൾ വിശ്വാസം ശക്തമായിരിക്കണം. ഇതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ആ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ സംഭവിക്കും. ആ വിള്ളലുകളുടെ ഇടയിൽ സാത്താൻ കയറി പ്രശ്നമുണ്ടാകും. പിന്നെ അവിടെ ആ ബന്ധം തന്നെ അറ്റുപോകാൻ തൊക്കാൻ ഇടയാകും. അതിന് ഇടവരുത്താതെ ഏത് പ്രതിസന്ധി വന്നാലും നാം വിശ്വാസമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, കർത്താവിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ബന്ധത്തിൽ വേണം നാം വളരുവാൻ. ഇനി നാം വീണ്ടും ചിന്തിക്കുമ്പോൾ അടുത്ത ഭാഗം ഏറ്റവും വലിയ ഒരു ഉദാഹരണം. എങ്ങനെയാ നമ്മൾ ആയിരിക്കണം, എന്തൊക്കെ പ്രയാസങ്ങൾ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ള ഒറ്റ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഉത്തമ ഉദാഹരണം യോബ്, ലൈഫ് ഓഫ് ജോബ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുനാൾ മുതലേ നമ്മൾ പഠിച്ചു വരുന്നതായ കാര്യം. യോബ് എപ്രകാരമായിരുന്നു, ആ പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷവും വരുന്നതിന് മുൻപും എപ്രകാരം ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ ഏറ്റവും സമ്പന്നനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, ദൈവ ഭക്തനായിരുന്നു, ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, ഊസ് ദേശത്തിൽ വെച്ച് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു എന്നൊക്കെയുമാണ് യോബിനെ കുറിച്ച് വചനം പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ കൂടി വരുന്നു, മക്കളെല്ലാവരും കൂടി വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം മക്കളുടെ വായിൽ നിന്നോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ആകാത്തത് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വരെ പ്രായശ്ചിത്തമായി യാഗം കഴിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൈശാചികൻ അടുത്തു വരുന്നു, യോബിനെ പരീക്ഷിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നു. ദൈവത്തിൽ നിന്നും അനുവാദം മേടിക്കുന്നു. ദൈവം അനുവാദം കൊടുത്തു, കാരണം ഹി നോസ് ജോബ്. യോബിനെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിന് അറിയാമായിരുന്നു. അത് യോബിന്റെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു.
അതുകൊണ്ട് പറഞ്ഞു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്, ബാക്കിയെന്തും ചെയ്യാം. അപ്രകാരം ഇയ്യോബിന്റെ മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെട്ടു. പല സാഹചര്യങ്ങളും അതിനുവേണ്ടി സാത്താൻ ഒരുക്കി. അവസാനം ഇയ്യോബിന്റെ ശരീരത്തിൽ രോഗങ്ങളാൽ, പരുക്കളാൽ, വ്രണങ്ങളാൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ ബാധ കയറി. എന്നിട്ടും ഇയ്യോബ് പറഞ്ഞതായ ഒരു കാര്യം ഉണ്ട്: നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇയ്യോബിന്റെ ജീവിതം വളരെ സുഗമമായി പോകുന്ന, സ്മൂത്തായി പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതവും നമ്മൾ പരിശോധിക്കും. നമ്മുടെ ജീവിതം സ്മൂത്തായി പോകുന്നു, ഒരു പ്രശ്നമില്ലാതെ പോകുന്നു. എന്നാൽ പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, കൊടുങ്കാറ്റ്, രോഗം, ദുഃഖം, സാമ്പത്തികമായ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? എന്തിനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരുത്തി ദൈവമേ എന്നായിരിക്കും നമ്മൾ ആദ്യമേ പറയുന്നത്. എന്നാൽ നമ്മളത് പറയാതെ ദൈവം ഇത് നൽകിയെങ്കിൽ, ദൈവമാണ് ഇത്രയും നമ്മളെ വളർത്തിയത്, തിരിച്ചു ദൈവം ഇങ്ങനെ നൽകിയെങ്കിൽ ദൈവത്തിന് തന്നെ എന്താണ് അതിനുള്ള മറുപടിയും അതിനുള്ള പ്രതിവിധിയും അല്ലെങ്കിൽ പരിഹാരമുണ്ട്, ആ സൊല്യൂഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക. ഇതൊക്കെയും നമ്മളെ കൂടുതൽ എന്താണ് മൂല്യമേറിയതാക്കി തീർക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്രകാരം ഒരു വാഹനം ഒരു നല്ല റോഡിലൂടെ, ഹൈവേയിലൂടെ, ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന സമയത്ത്, നല്ല സ്മൂത്തായിട്ടുള്ള റോഡ്, ആ വാഹനത്തിൽ നിന്നും ഒരു ഇളക്കമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും നേരിടത്തില്ല. നല്ല സ്മൂത്തായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. എന്നാൽ ആ വാഹനം എപ്പോൾ ആ സ്മൂത്ത് റോഡിൽ നിന്ന് മാറി കട്ടറുള്ള റോഡിൽ, കുണ്ടുംകുഴിയുള്ള റോഡിലേക്ക് കടന്നു, അപ്പോൾ അറിയാം യഥാർത്ഥത്തിൽ ആ വാഹനത്തിനുണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അറിയാം. ഒരു കുഴിയിൽ ചാടുമ്പോൾ ബുഷ്, ഷോക്ക് ആബ്സറിന്റെ ബുഷ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അടി അടിക്കും, സൗണ്ട് കേൾക്കും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ, നെട്ട് ബോൾട്ടുകൾ യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെയും അപ്പോൾ അറിയാൻ തക്കണം കഴിയും. ഇളക്കം, വലിയ കുലുകുലുക്കത്തിന്റെ അനുഭവം ഒക്കെയും ഉണ്ടാകും. അത് ഇങ്ങനെ ഒരു റോട്ടിലേക്ക് കടന്നാൽ, ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ റോട്ടിലേക്ക് കടക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. സ്മൂത്തായിട്ട് നമ്മുടെ ജീവിതം പോകുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കുകയാണ്, ദൈവം പരിശോധിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുക. ഇത് ദൈവം തരുന്നതാണെങ്കിൽ നമ്മൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ബന്ധത്തിലായിരിക്കും നമ്മൾ ഒരുങ്ങുക. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഇതൊക്കെയും ഇതിന്റെ ഭാഗമാണ്. കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ട്, എന്നാൽ കഷ്ടത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം അലയടിച്ചു പോകാൻ ഇടയാകാതെ കൂടുതൽ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരായിട്ട്, നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുക. അല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് യേശുവും വേണ്ട, ദൈവവും വേണ്ട, സഭയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ വിശ്വാസം ദൈവത്തിന് മുൻപാകെ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയുള്ളതായ അഗ്നിയുടെ തീച്ചുളയിലൂടെയാണ് നാം എല്ലാവരെയും ശോധന ചെയ്യുന്നത്. എന്നാൽ ഒരു സ്വർണം, കീടങ്ങൾ നിറഞ്ഞായ പല മറ്റ് ലോഹങ്ങളും മിശ്രിതങ്ങളും നിറഞ്ഞായ ഒരു കാര്യമായിട്ടാണ് കിട്ടുന്നത്. എന്നാൽ അത് ഉലയിലിട്ട് അല്ലെങ്കിൽ ഫർണസിലിട്ട് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കുന്നു. തിരിച്ച് അത് വരുമ്പോൾ അതിനുള്ള എല്ലാ അഴുക്കുകളും മാറി വളരെ പ്യൂരിഫൈ ആയിട്ട് അതിനെ കൊണ്ടുവരും, ശുദ്ധീകരിച്ച് ഏറ്റവും മൂല്യമേറിയ ഒരു വസ്തുവായിട്ട്, ലോഹമായിട്ട് അതിനെ കൊണ്ടുവരും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ശോധനകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ അഗ്നിശോധനയിൽ കരിഞ്ഞു പോകാതെ കൂടുതൽ ശക്തി ആർജിച്ച്, വിശ്വാസം ആർജിച്ച്, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിട്ട് നല്ല മൂല്യമേറിയ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിപ്പാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണ് നാം എല്ലാവരും പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇയ്യോബിന്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഇത്രയും സംഭവിച്ചു, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾക്ക് മരിച്ചുകൂടെ? അപ്പോൾ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നത് എന്ത് എന്ന് ഇയ്യോബ് ചോദിക്കുന്നു.
ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നന്മ മാത്രമാണോ ഇതും കൂടെ നമുക്ക് കിട്ടിക്കൂടെ എന്നുള്ള ചോദ്യം ഇയ്യോബിൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്ന് കാര്യമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടായിരിക്കില്ല. സന്തോഷിക്കാൻ ഒരു കാലം, ദുഃഖിപ്പാൻ മറ്റൊരു കാലം. എന്നാൽ ആ ദുഃഖവേളയിലും നാം വിശ്വാസം കൈവിടാതെ നമ്മൾ ഉള്ളതായ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, എന്നോടൊപ്പമുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് എന്നെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും ദൈവം എൻ്റെ ദൈവമാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ദാനിയേലിന്റെ 3 കൂട്ടുകാർ നെബൂഖദ്നേസർ ഒരുക്കിയതായ ആ തീച്ചൂളയിലേക്ക് കടന്നു പോകുന്നു. അവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ വിശ്വാസം എത്രമാത്രമുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ ആരാധിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അല്ലാതെ ഈ വിഗ്രഹത്തെ, നിങ്ങൾ അല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയതായ ഈ വിഗ്രഹത്തെ, പ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും രാജാവ് തിരുമനസ്സുണ്ടാക്കിയതായ ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ പ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം. അവിടെ വിശ്വാസം അവിടെ വർദ്ധിക്കുന്നു. നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളതാണോ എന്ന് ചിന്തിക്കുക. ദൈവത്തിന് നേരിട്ടും അല്ലെങ്കിൽ അല്ലാതെയും പലർ മുഖേനയും നമ്മുടെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ തക്കണം കഴിയും. ആ വിശ്വാസം ഉണ്ടായിരിക്കുക. ആ ഒരു വലിയ വിശ്വാസം നമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് ഈ പാഠം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ എമ്മൗസിലേക്കുള്ള വഴി. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊക്കെയും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 2 ശിഷ്യന്മാർ അല്ലെങ്കിൽ 2 വ്യക്തികൾ അവിടെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് 24-ാം അധ്യായം 13 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നിരാശയുടെ അനുഭവത്തിൽ ആണ് അവരുണ്ടായിരുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ ഉള്ളതായ വേദഭാഗം. അവിടെ ക്ലെയോപ്പാവ് എന്ന് പറയുന്നതായ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരിക്കാം എന്ന് നമുക്ക് ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുവാൻ കഴിയുന്നു. അവിടെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ 2 പേർ നടന്നു, പലരും 2 ശിഷ്യന്മാർ എന്ന് പറയുന്നു. ഒന്ന് ക്ലെയോപ്പാവും രണ്ടാമത് മറിയ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. കാരണം 22-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി എന്ന് പറയുന്നു. 1 പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്ലെയോപ്പാവ്, 2 ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ സ്ത്രീ ആയിരുന്നു. അത് മറിയ ക്ലെയോപ്പാവാണ്. ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ വളരെ നിരാശയുടെ അനുഭവത്തിലേക്ക് യെരുശലേമിൽ എമ്മൗസിലേക്ക് നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്ന് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. പലപ്പോഴും കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൂടെ നടക്കുന്ന കാര്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും അറിയുന്നില്ല. കർത്താവിനെ അറിയാൻ തക്കൊണ്ട് നാം ശ്രമിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മൾ എവിടെ പോയാലും ഒറ്റപ്പെടുന്നില്ല. കാരണം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വാഗ്ദത്തം കർത്താവ് യേശു ക്രിസ്തു നൽകിയിട്ടുണ്ട്. കർത്താവ് നമ്മോട് കൂടെ തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാം. യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഒരാളോട് കൂടെ നടക്കാം, ഒരാളോടൊപ്പം നടക്കാം, മുൻപിൽ നടക്കാം, പിൻപിൽ നടക്കാം. എന്നാൽ ഒരാളോട് കൂടെ ഒട്ടിച്ചേർന്ന് നടക്കുക ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. നമുക്കധികം സമയം ചേർന്ന് ഒരുമി നടക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശു താനും അവരോട് ചേർന്ന് നടന്നു, അവരുടെ കൂടെ നടന്നു. ഒരു വിള്ളൽ
ഒരു ഗ്യാപ്പില്ലാതെ ചേർന്ന് നടന്നതായിട്ട് കാണും. നമ്മോട് കൂടെയും കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. യേശു ക്രിസ്തു ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മളില്ല പലപ്പോഴും. അത് ഇല്ലാതെ ഉണ്ടാകുന്ന പല കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. രോഗങ്ങളായാലും, കൊടുങ്കാറ്റിന്റെ അനുഭവമായാലും, മറ്റു പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത അതായിരിക്കും. എന്നാൽ അതൊക്കെയും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവം യേശു ക്രിസ്തു നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്. എന്നാൽ അത് കാണുവാനുള്ളതായ ആത്മീയ കണ്ണ് നമ്മൾ തുറന്നിരിക്കണം. അതിന് ആത്മീയമായി നമ്മൾ വളരണം. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തണം. അപ്രകാരമാണെങ്കിൽ മാത്രമേ ആ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എലൻ ജി വൈറ്റ് കണ്ടതുപോലെ ദർശനത്തിലൂടെ അതിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. എലൻ ജി വൈറ്റ് കാണുന്നു. എലൻ ജി വൈറ്റോട് കൂടെ ഇരിക്കുന്നു, തലയ്ക്ക് തൊട്ട് അനുഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട. നമ്മുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നാം പൂർണ്ണമായും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ വഴി നടത്തും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കരയും പിടിച്ച് ഉയർത്തും. ആ ഒരു വിശ്വാസം, പൂർണ്ണ ബോധ്യം, വിശ്വാസം നമ്മിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ, വിശ്വാസം നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നമ്മൾ അളന്നുകൊണ്ടേയിരിക്കണം. എന്ത് പ്രയാസം വന്നാലും മുഴുവനായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നാം എന്തെങ്കിലും കുറിച്ച് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ, വ്യാകുലതകളുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ ഇട്ടുകൊള്ളുക. ദൈവം അതിനുള്ള പരിഹാരം നൽകും എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചില വാക്യങ്ങൾ ഇവിടെ വായിക്കാനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വളരെ പരിചിതമായിരുന്ന ഒരു വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇതെന്തുകൊണ്ട് വന്നു നമ്മൾ ചോദിക്കാതെ വിശ്വാസത്തോടെ സർവ്വതും ദൈവത്തിൽ സമർപ്പിക്കുക. അതിൻ്റെ അവസാനത്തിൽ സർവ്വതും ദൈവം നമുക്ക് നന്മയ്ക്കായി കൂടി ഒരുക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള സ്നേഹം എന്താണ്? അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ദൈവിക കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവത്തിന് കൊള്ളാവുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമുക്കൊരു വിളിയുണ്ടെങ്കിൽ ആ വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നുള്ള വലിയ ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര വലിയ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ ഒരു അംഗീകാരം ആണ് നമുക്ക് ലഭിക്കുന്നത്, അവകാശമാണ് ലഭിക്കുന്നത്. വടാത്ത കിരീടം നമ്മൾ പ്രാപിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പരീക്ഷകളൊക്കെയും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടത് പ്രാർത്ഥന, അതിനുപരിയായിട്ട് വിശ്വാസം, പ്രവൃത്തിയാനുള്ള വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. അതുപോലെ പൗലോസ് പറയുന്നത് എന്തുവന്നാൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. ആ ഒരു പൗലോസ് ആ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ, ജയിലിൽ വെച്ചാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായത്തിലാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. ആ പ്രയാസത്തിന്റെ നടുവിലും അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ പൗലോസ് സഭകൾക്ക് എഴുതുമ്പോൾ നാം എപ്രകാരമുള്ളവരായിരിക്കണം? ഏതവസരത്തിലും
കർത്താവിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് വിശ്വാസമുള്ളവരായിട്ട് നാം ജീവിക്കുക എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 2 ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 2-ാം ലേഖനം 12-ാം അധ്യായം 9-10. 12-ാം അധ്യായം 9-10 ഇപ്രകാരം വായിക്കുന്നു: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. ഇതൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഈ കഷ്ടതയിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ എഴുതുന്നതാണ്. ഇങ്ങനെ ഉണ്ടായി കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ പൂർണ്ണ സമർപ്പണമുള്ളവനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ഇതൊന്നും നമുക്കൊന്നുമല്ലാതിരിക്കും. ഈ കഷ്ടങ്ങളൊന്നും നമുക്കൊന്നുമല്ലാതിരിക്കും. പൂർണ്ണമായി നമ്മൾ കർത്താവിൽ സമർപ്പണമുള്ളവരാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെങ്കിൽ, എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിൽ സമർപ്പിക്കാം. ദൈവം നമ്മോട് പറയും, എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അത് മതി. എൻ്റെ കൃപ നിനക്ക് മതി. ആ ഒരു കൃപ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഏത് വെല്ലുവിളിയും അതിജീവിക്കാൻ തക്കണം നമുക്ക് കഴിയും. അതിന് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. നമ്മൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം തീർച്ചയായും. എന്ത് നാളുകളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം നല്ല രീതിയിലായിരിക്കണം. ഇത് വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രയാസങ്ങളെ നമുക്ക് എപ്രകാരം തരണം ചെയ്ത് വീണ്ടും ആ ബന്ധം ഈടാർന്നതാക്കാം എന്നുള്ള കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോബിനെ പോലെ പരീക്ഷയ്ക്ക് മുൻപും പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷയിലായിരുന്നപ്പോഴും ഒരേ അനുഭവത്തിലൂടെ ഒരേ വിശ്വാസത്തോടെ കടന്നുപോയി. അതിനുള്ള പ്രതിഫലവും നമുക്കറിയാം. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക, കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഇപ്രകാരം ഒരു അവസരം തന്നതായ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനുള്ളതായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾ കർത്താവേ, ഒരുമനപ്പെട്ടുകൊണ്ട് അങ്ങനെ സന്നിധിയിരുന്നുകൊണ്ട് ഈ ആഴ്ചയിലേക്കുള്ള പാഠം അടിയങ്ങൾ പഠിച്ചു. തിരിച്ചടികൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അടിയങ്ങൾ വളരുമ്പോൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എപ്രകാരം അതിനെ ഓവർകം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. എന്ത് സംഭവിച്ചാലും അങ്ങനെയുള്ള വിശ്വാസം കൈവിടിയാതെ പൂർണ്ണ സ്ഥിരതയോടെ, പ്രത്യാശയോടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ, വിശ്വാസികളായി ജീവിപ്പാൻ തക്ക നിങ്ങളെ സഹായിക്കും. അങ്ങ് സകലത്തെയും നിർമ്മിച്ചു, സകലത്തെയും വഴി നടത്തുന്നു. വലിയ ഒരു വാഗ്ദാത്തം അടിയങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അങ്ങ് വീണ്ടും വരുന്നതുവരെയും ഈ വിശ്വാസം നശിച്ചു പോകാതെ, തണുത്തു പോകാതെ കൂടുതൽ ബലപ്പെടുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നടത്തിപ്പ് അടിയങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ചായ വചനത്തിന് സ്തോത്രം. കേൾവിക്കാരായിരുന്ന് പഠിച്ചവരായ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവർ എന്തെങ്കിലും പ്രയാസങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയും ഉള്ളതായ പരിഹാരത്തെ കർത്താവ് അവർ നൽകി കൊടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം വരുള്ളണമേ സ്വർഗ്ഗസ്ഥല പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ഈ ഒരു പഠനം ഏറ്റവും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നമുക്ക് കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതന്മാർ
മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.